കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 65-66 വാക്യങ്ങൾ. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പ് വരുത്തുകയും എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഈ വാക്യങ്ങൾ നമുക്ക് ഏവർക്കും പരിചിതമാണ്. യേശുവിൻ്റെ ക്രൂശീകരണാനന്തരം അടക്കം നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തതാണ്. അടക്കം ചെയ്തതിന് ശേഷം അന്നുണ്ടായിരുന്ന റോമൻ പടയാളികൾ, റോമൻ ഗവൺമെൻറ് അല്ലെങ്കിൽ യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ച ഒരു സമൂഹമായിരുന്ന യഹൂദ സമൂഹം, അവരുടെ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ഇവരെല്ലാവരും ചേർന്ന് പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, യേശുവിനെ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ആ ഉയർപ്പിനെ നമുക്ക് തടയണം. ഇനി യേശുവിൻ്റെ ശരീരം അവിടെ നിന്ന് അവൻ്റെ ശിഷ്യന്മാർ എടുത്തുകൊണ്ടുപോയി അവൻ ഉയർത്തു എന്ന് പറഞ്ഞാൽ അത് നേരത്തേനേക്കാൾ അധികം നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഈ സമയത്ത് പിലാത്തോസ് പറയുന്നൊരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീനെന്ന് പറഞ്ഞു. അപ്പം പിലാത്തോസ് ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, പക്ഷെ നിങ്ങളാകുന്നിടത്തോളം എന്ത് ചെയ്യണം? ആ കല്ലറയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് അവരങ്ങനെ ചെയ്തു. അവിടെ ചെന്ന് കല്ലറയ്ക്ക് മുദ്ര വെച്ചു. സ്തോത്ര പടയാളികൾ കാവൽ നിന്നു അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയും, ഇതല്ലേ പലപ്പോഴും ശത്രു നമുക്കെതിരെ ചെയ്യുന്നത്. പലപ്പോഴും അവൻ്റെ മുഴുവൻ സർവ്വസൈന്യാധിപ ശക്തിയെയും ഉപയോഗിച്ചാണ് ദൈവമക്കളായ നമുക്കെതിരെ പിശാച് പോരാടുന്നത്. പലപ്പോഴും മനുഷ്യരും നമുക്കെതിരെ പൊന്തി വരാറുണ്ട്. ഒരാളല്ല, രണ്ടല്ല. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് പറഞ്ഞ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ പറയുന്നു, സ്തോത്രം, ദാവീദ് തന്നെ പറഞ്ഞ ഒരു സങ്കീർത്തന വാചകമുണ്ട്, എൻ്റെ ശത്രുക്കൾ എണ്ണിക്കൂടാത്ത വിധം അധികമാണ്, അത് തലയിലെ രോമത്തിലും അധികമാണ്. അപ്പം ശത്രുവിൻ്റെ പദ്ധതികൾ, ശത്രുവിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മളെക്കാൾ പ്രബലമാണ് അല്ലേ. ആസ ഒരിക്കൽ പ്രാർത്ഥിച്ചൊരു വാചകമുണ്ട്, അവനെതിരെ കയറി വരുന്ന ശത്രു സൈന്യം അവനേക്കാൾ ബലമുള്ളതായിരിക്കെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കൈമാറുകയാണ്, നമുക്കെതിരെയുള്ള ശത്രു പ്രബലമാണ്. നമുക്കെതിരെയുള്ള ശത്രുക്കൾ ആൾക്കൂട്ടം 1000-ഓ 10,000-ഓ നമുക്കെതിരെ പൊന്തി വന്നെന്ന് വരാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പിലാത്തോസിൻ്റെ മുഴുവൻ കാവൽ പട്ടാളവും, സ്തോത്രം ഹല്ലേലൂയ, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സൈന്യാധിപ ശക്തിയും, യഹൂദൻ്റെ സ്തോത്രം, യഹൂദ മതത്തിൻ്റെ പരീശന്മാരുടെ, ന്യായശാസ്ത്രിമാരുടെ, മഹാപുരോഹിത വർഗത്തിൻ്റെ മുഴുവൻ ബുദ്ധിയും യേശുവിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ വെളിപ്പെട്ടിട്ടും സ്തോത്രം, ഉയർപ്പിൻ്റെ ദിവസത്തിൽ യേശുവിൻ്റെ ഉയർപ്പിനെ തടുക്കാൻ അന്നത്തെ ഒരു സംവിധാനത്തിന് കഴിയാത്തതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, നിന്നെ തകർക്കുവാൻ ആൾക്കൂട്ടമോ സൈന്യബലമോ പൈശാചിക ശക്തിയോ ഏതെല്ലാം വിധത്തിൽ നിനക്കെതിരെ പൊന്തി വന്നാലും ഭയപ്പെടേണ്ട. കാര്യം നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ശത്രു ഒരിക്കലും നമ്മെ ജയിക്കയില്ല. നമുക്ക് അവരുടെ മുമ്പിൽ ജയാളിയായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ചിറകടി മറച്ചാട്ട് ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.